It's all about humanity. ഈ ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സൈഡൊന്നും അനങ്ങിയിട്ട് 24,157 ആയിട്ടുണ്ട്. നമുക്ക് സിയറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പോളോ വരുന്നുണ്ട്, MRF വരുന്നുണ്ട്, പിന്നെ വരുന്നത് ടിംസണാണ്. ഇതിൽ റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ടിംസണാണ്. അത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ഹിമാലയൻ്റെ ബാക്ക് ടയർ കൂടി മാറാറായിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ഫ്രണ്ട് ടയർ മാറുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ബാക്ക് ടയർ എത്ര കോസ്റ്റ് വരുന്നത്, ബാക്ക് ടയർ നമുക്ക് എവിടെ നിന്ന് കിട്ടണം, ഏതാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്തത് MRFിൻ്റെ തന്നെയാണ്. ഏകദേശം ഈ ഒരു കണ്ടീഷനിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സൈഡൊന്നും അനങ്ങിയിട്ട് പോലുമില്ല. അത്യാവശ്യം കോർണറിങ് കാര്യങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ സൈഡ് കാര്യങ്ങളൊന്നും അനങ്ങിയിട്ടില്ല. ഈ ടയർ ഇപ്പോൾ നമ്മൾ മാറിയത് 7,500 നമ്മുടെ സിയറ്റ് ചേഞ്ച് ചെയ്തിട്ട്, അതായത് വണ്ടി എടുത്തിട്ട് 7,500 ആയപ്പോഴേക്കും സിയറ്റ് കംപ്ലീറ്റ് തീർന്നായിരുന്നു. കാരണം 6,500 തന്നെ അതിൻ്റെ ചെറുതായിട്ട് നൂലൊക്കെ കണ്ടു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 24,189 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ടയർ ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഭാഗത്ത് സെൻറ്ററിലൊന്നും ഒട്ടും തന്നെ കട്ടില്ല, വണ്ടി ചെറുതായിട്ട് പാളിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം. വീണ്ടും MRF തന്നെ യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 16,000 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു ടയറിൽ നിന്ന് കിട്ടിയേക്കുന്നത്. നമ്മുടെ സിയറ്റിൻ്റെ ഡബിൾ ലൈഫായി, അതിലും കൂടുതലായി ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും MRF തന്നെ വീണ്ടും യൂസ് ചെയ്യാമെന്ന് വെച്ചത്. കാരണം ഫ്രണ്ട് ടയർ ഇതുവരെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ഈ ഒരു കിലോമീറ്റർ തന്നെ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ കട്ടയും കാര്യങ്ങളൊന്നും ഇപ്പോഴും തേഞ്ഞിട്ടൊന്നുമില്ല. MRF ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളുമില്ല. ഇതുവരെ 2 ടയറും പഞ്ചറായിട്ടില്ല MRFിൻ്റെ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോയാൽ പോലും ഇതുവരെ പഞ്ചറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ട്യൂബ്ലെസ് അല്ല എങ്കിൽ പോലും. ഇപ്പോൾ നമ്മുടെ ഓഡോമീറ്ററിലെ കിലോമീറ്റർ വന്നിട്ട് 24,157 ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഇനി ടയർ മാറിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. ഇപ്പോൾ നമ്മളുള്ളത് ഇരിഞ്ഞാലക്കുട വിധേയത്തിൽ ടയേഴ്സിലാണ്. അപ്പോൾ MRFിൻ്റെ ഡയറക്റ്റ് ഡീലറാണ് ഇവർ. അപ്പോൾ നമ്മളിവിടെ ടയർ മുമ്പ് വിളിച്ച് ഓർഡർ ചെയ്തതിന് ശേഷമാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടയറിൻ്റെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ വന്നിട്ട്. ഇത് നമ്മുടെ മോഗ്രിപ്പിൻ്റെ മിറ്റിയോർ M എന്ന് പറഞ്ഞിട്ട് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് 120/90/17 തന്നെയാണ്. ഹിമാലയനാണ് ഈ സൈസ് മെയിൻലി വരുന്നത്. അപ്പോൾ ഇതാണ് ടയറിൻ്റെ കട്ടയും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല കട്ട ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ലൈഫ് ഇത്രയും കിട്ടിയത്. വേറെ ഒരു ടയർ നിങ്ങൾ ഇട്ടാലും എന്തായാലും ഇത്രയും ലൈഫ് ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടയറിൻ്റെ ഫുൾ സൈസ് വരുന്നത്. ഇനി നമുക്കിതിൽ ട്യൂബ് വരുന്നുണ്ട്. അപ്പോൾ ട്യൂബ് നമ്മളിപ്പോൾ എടുത്തിട്ടില്ല, ട്യൂബ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ടയർ അയക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ടയറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടയറാണ് വരുന്നത്. അപ്പോൾ ടയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇത്ര ഹെവി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെരിച്ച് നിർത്താനും കാര്യങ്ങളൊക്കെ ഇത്തിരി പാടാണ്. It's all about humanity. It's all about humanity. നമ്മുടെ ടയറെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടയറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. നല്ല അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള കട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ടയർ എന്തായാലും ഇതേപോലെയാണ് നമുക്ക് ഏകദേശം ഒരു 13,000 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും ലൈഫ് ഉറപ്പാണ്. കാരണം സിയറ്റിന് 7,500 മാത്രമായിരുന്നു ഇതിൻ്റെ ഇത്. നമുക്ക് എന്തായാലും ടയർ റീഫിറ്റ് ചെയ്യണ വീഡിയോ നിർക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടയർ റീഫിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 3 ആളുടെ ആവശ്യമുണ്ട്. ഒരാൾ ആക്സിൽ തള്ളി കയറാനും, ഒരാൾ ടയർ പിടിക്കാനും, ഒരാൾ നമ്മുടെ ബ്രേക്ക് പാഡ് പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 3,450 വന്നേക്കണത്.
അപ്പോൾ 3450 ട്യൂബ് നമ്മൾ പഴയ തന്നെ ഇട്ടാണ്. ട്യൂബിൻ്റെ പഴയ ട്യൂബിന് ഒരു പഞ്ചറും ഇല്ലാത്ത കാരണം അതിനെ എടുത്തിട്ടാണത്, വേറെ അഡീഷണൽ ട്യൂബിൻ്റെ കോസ്റ്റിലായിട്ടിരിക്കാനായിട്ട്. ഈ വണ്ടിയുടെ വേറെ ടയറുകൾ ഏതാണ് സൂട്ട് ആവണമെന്ന് വെച്ചിട്ട് ഒരുപാട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നമുക്ക് സിയറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പോളോ വരുന്നുണ്ട്, MRF വരുന്നുണ്ട്, പിന്നെ വരുന്നത് ടിംസണാണ്. ഇതിൽ റേറ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ടിംസണാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ MRFനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോളോ ആണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സിയറ്റാണ് വരുന്നത്. ലൈഫ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ MRF തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിംസൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോളോ വരുന്നുണ്ട്. പക്ഷേ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടിംസൺ തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ടിംസൺ തന്നെ ആയിരിക്കും ബെറ്റർ വരുന്നത്. ഏറ്റവും ആ കോസ്റ്റിനുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ടിംസണാണ്. പിന്നെ MRFന് നല്ല ലൈഫുണ്ട്. പിന്നെ ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ MRF ആണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഇത്രയും നാൾ യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇത്രയും നാൾക്ക് നമ്മൾ ഈ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ടയറിന്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അപ്പോളോ ഇത്രയൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സിയറ്റ് ആണെങ്കിലും സിയറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. കാരണം വണ്ടി വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം സിയറ്റ് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മോഡലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് MRF തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെയാണ് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി ഈ വണ്ടി ഇപ്പോൾ ഏകദേശം 24,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സൈനിങ് ഓഫ് ബ്ലാക്ക് സ്റ്റാലിയൻ.